Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6 കളിയും കാര്യവും. എലിയും പൂച്ചയും. ആപത്തിൽ പരസ്പരം സഹായിച്ച പ്രാവിന്റെയും ഉറുമ്പിന്റെയും കഥ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? പുഴയുടെ തീരത്ത് വെള്ളം കുടിക്കാൻ പോയ ഉറുമ്പ് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിച്ചാകാറായി. പുഴയിലേക്ക് ചാഞ്ഞു നിന്ന മരത്തിലിരുന്ന് ഇതു കണ്ട ഒരു പ്രാവ് ഉറുമ്പിന്റെ അടുത്തായി ഒരു ഇല പറിച്ചിട്ടു കൊടുത്തു. ഉറുമ്പ് അതിൽ പിടിച്ച് സുരക്ഷിതനായി കരകയറി. അല്പം കഴിഞ്ഞ് ഒരു വേടൻ മരച്ചുവട്ടിൽ വന്ന് മുകളിലിരുന്ന പ്രാവിനെ ഉന്നം വെച്ച് തന്റെ തെറ്റാലി തൊടുത്തു. ഇതു കണ്ടുനിന്ന ഉറുമ്പ് അതേസമയം തന്നെ വേടന്റെ കാലിൽ ആഞ്ഞു കടിച്ചു. വേടന്റെ ഉന്നം തെറ്റി. ശബ്ദം കേട്ട പ്രാവ് പെട്ടെന്ന് പറന്ന് രക്ഷപ്പെട്ടു. ഇത്തരം ഒരു കഥയാണ് എലിയും പൂച്ചയും. കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ഈ പാഠഭാഗം. എലിയും പൂച്ചയും. ഒരു മാർജാരം വനഭുവി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല പരവശനപ്പോൾ ങ്യാവൂ ങ്യാവൂ കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിപ്പാറായി. എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികളെന്നൊരു ചൊല്ലതു കൊള്ളാം. കലഹമെനിക്കു ഭവാനോടില്ലതു നലമൊടു നീഹ ബോധിക്കേണം. വലയുടെ ചരടു കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ. എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതിവമ്പനതാകും. പലവിധമങ്ങനെ മാർജാരകനുടെ പരവശവാക്കുകൾ കേട്ടൊരു നേരം എലിയതു ബോധിച്ചരികെ ചെന്നഥ വല കണ്ടിപ്പാൻ വട്ടം കൂട്ടി. ഒരിക്കൽ ഒരു പൂച്ച രാത്രി സമയം കാട്ടിലൂടെ പോവുകയായിരുന്നു. കാട്ടിൽ തിരഞ്ഞാൽ ഒരെലിയെങ്കിലും കിട്ടാതിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചു പോകുമ്പോൾ കാട്ടുമൃഗങ്ങളെ പിടിക്കാൻ ഒരു വേട്ടക്കാരൻ വെച്ച വലയിൽ പൂച്ച കുടുങ്ങിപ്പോയി. ഒരു മാർജാരം വനഭുവി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല. വലയിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോഴോ കൈയും കാലും ഒന്നും ഇളക്കാൻ വയ്യാതെ പരവശനായി ക്ഷീണിതനായി ങ്യാവൂ ങ്യാവൂ എന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴാണ് അരികെയുള്ള ഒരു പൊത്തിൽ ഒരു വലിയ മൂഷികനെ കണ്ടത്. മൂഷികൻ എലിയാണ്. എലിയും പൂച്ചയും സുഹൃത്തുക്കളാണോ? അല്ല, ശത്രുക്കളാണല്ലേ. ചില മൃഗങ്ങൾ തന്നെ മറ്റു മൃഗങ്ങളുടെ ജന്മശത്രുക്കളായി പറയാറുണ്ട്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? കോഴി കുറുക്കൻ, എലി പൂച്ച, പാമ്പ് കീരി, ഇവരൊക്കെ തമ്മിൽ ശത്രുക്കളാണ്. തന്റെ ശത്രുവായ പൂച്ച വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് അരികെയുള്ള ഒരു പോട്ടിലിരുന്ന് ആരാണ് കണ്ടത്? എലി കണ്ടു. എന്നിട്ടോ
അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ. തന്റെ ശത്രുവായ പൂച്ച വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് അരികെയുള്ള ഒരു പൊത്തിലിരുന്ന് എലി കണ്ടു. പൂച്ചയുടെ കരച്ചിൽ കേട്ട് ഒന്ന് വിരണ്ടു. മിണ്ടാതെ പുറത്തേക്ക് നോക്കുന്നത് ആര് കണ്ടു? പൂച്ച കണ്ടു. എലിയെ കണ്ട പൂച്ച എന്താണ് ചെയ്തത്? തന്നെ സഹായിക്കാനായി പതിയെ അരികത്തേക്ക് വിളിക്കുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? പരവശനായി ഞാൻ മൂഷിക വീര, വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിപ്പാറായി. എന്താ പറയുന്നത്? അല്ലയോ മൂഷിക വീര, ഞാൻ ഈ വലയിൽ കുടുങ്ങിപ്പോയി, ഞാൻ മരിക്കാറായി, എനിക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികളെന്നൊരു ചൊല്ലതു കൊള്ളാം. എലിയും പൂച്ചയും പരസ്പരം ശത്രുക്കളാണ് എന്ന് ചൊല്ലുണ്ട്. എങ്കിലും എനിക്ക് നിന്നോട് ഇപ്പോൾ ശത്രുതയൊന്നുമില്ല. നീ അത് മനസ്സിലാക്കണം. വലയുടെ ചരട് കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ. എന്നിട്ടെന്താ പറയുന്നത്? നമ്മൾ ബദ്ധശത്രുക്കളാണെങ്കിലും എനിക്ക് നിന്നോടിപ്പോൾ ശത്രുതയൊന്നുമില്ല. നിനക്ക് വലയുടെ കണ്ണികൾ കടിച്ചു മുറിക്കാനുള്ള കൗശലമൊക്കെ അറിയാമല്ലോ. നീ എന്നെ സഹായിക്കാമോ എന്നാണ് പൂച്ച എലിയോട് ചോദിക്കുന്നത്. എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതി വമ്പനതാകും. നിസ്സാരനായ എലിയെ പുകഴ്ത്തി പറയുകയാണിവിടെ. എന്താ പറയുന്നത്? താങ്കൾ പല കൗശലവുമുള്ള ആളാണ്, പുലിയേക്കാൾ വലിയവനാകും എന്നൊക്കെയാണ് എലിയോട് പൂച്ച പറയുന്നത്. എന്തിനാണ് എലിയെ ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നത്? വേട്ടക്കാർ വിരിച്ച വലയിൽപ്പെട്ടിരിക്കുകയാണ്. വേട്ടക്കാർ വരുന്നതിന് മുമ്പ് മറ്റു വന്യമൃഗങ്ങൾ വന്നാൽ അവ തന്നെ കൊന്നു തിന്നുമെന്നറിയാം. വേട്ടക്കാരന് അവന്റെ ഇര കിട്ടാത്ത ദേഷ്യം പൂച്ചയോട് കാണിക്കും. എലിക്ക് മാത്രമേ ഇനി ആ പൂച്ചയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശത്രുവാണെങ്കിലും പുകഴ്ത്തി പറയുന്നത്. പുകഴ്ത്തി പറയുന്നത് കേട്ടാൽ ആരും അനുസരിച്ചു പോകും എന്ന് കൗശലക്കാരനായ പൂച്ചയ്ക്കറിയാം. അതുകൊണ്ടൊക്കെയാണ് പൂച്ച എലിയെ പുകഴ്ത്തി പറയുന്നത്. പലവിധമിങ്ങനെ മാർജാരകനുടെ പരവശവാക്കുകൾ കേട്ടൊരു നേരം എലിയതു ബോധിച്ചരികെ ചെന്നധ വല കണ്ടിപ്പാൻ വട്ടം കൂടി. പല പല കാര്യങ്ങൾ പറഞ്ഞ് പൂച്ച എലിയെ പ്രശംസിച്ചതൊക്കെ കേട്ടിട്ട് എലി പതുക്കെ പൂച്ചയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിനാണ്? വല മുറിക്കാനായിട്ട്. പ്രശംസിച്ചു പറഞ്ഞതെല്ലാം എലിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എലി പതിയെ പൂച്ചയുടെ അടുത്തേക്ക് ചെന്ന് വല മുറിക്കാനായി ചെല്ലുകയാണ്. വല കണ്ടിപ്പാൻ വട്ടം കൂടി. വരികൾ കണ്ടെത്താം. എലിയും പൂച്ചയും വലിയ ശരീരമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? ഏതാണ്? പെരുതായുള്ളൊരു മൂഷികനപ്പോൾ, അരിയായുള്ളൊരു പൂച്ചത്തടിയൻ. പെരുതായുള്ളത്, പെരുത് വലുത്, വലുതായുള്ളൊരു മൂഷികനപ്പോൾ, അരിയായുള്ളൊരു ശത്രുവായുള്ളൊരു പൂച്ചത്തടിയൻ. പൂച്ചത്തടിയൻ എന്നാണ് പറയുന്നത്. കാര്യം കാണാനായി പൂച്ച എലിയെ പ്രശംസിക്കുന്ന വരികൾ ഏതാണ്? ഏതാണ്? എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതി വമ്പനതാകും. എലിക്ക് പൂച്ചയെ രക്ഷിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് സൂചന ലഭിക്കുന്ന വരികൾ ഏതാണ്? ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ. ഉത്തരം കണ്ടെത്താം. വലയിൽ ചാടിയ പൂച്ച അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെല്ലാം? എന്തെല്ലാമാണ്? കൈയും കാലും ഇളക്കാൻ വയ്യാതെ കരഞ്ഞു, ക്ഷീണിതനായി. എലി ഉരിയാടാതെ മുഖം കാട്ടിയത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? പൂച്ചയുടെ ജന്മശത്രുവും ഇരയുമാണ് എലി. അതുകൊണ്ടാണ് പൂച്ചയുടെ കരച്ചിൽ കേട്ടപ്പോൾ എലി ഉരിയാടാതെ മുഖം കാട്ടിയത്. സരസതയോടു വിളിച്ചാനവനെ. യഥാർത്ഥത്തിൽ പൂച്ച എലിയെ സരസമായി വിളിക്കുന്ന പതിവുണ്ടോ? അവർ തമ്മിൽ ശത്രുക്കളല്ലേ? ഇല്ല, സരസതയോട് പൂച്ച എലിയെ വിളിക്കാറില്ല. എന്നിട്ടും അങ്ങനെ വിളിച്ചതെന്തുകൊണ്ടാവാം? വലയിലകപ്പെട്ട് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ടാണ്
എലിയെ പൂച്ച സരസമായി വിളിച്ചത്. എലിയെ പ്രശംസിച്ചുകൊണ്ട് പൂച്ച പറയുന്ന വാക്കുകൾ ഏതെല്ലാം? എന്തിനാണങ്ങനെ പ്രശംസിക്കുന്നത്? വല മുറിക്കാൻ പല കൗശലവുമുള്ള ആളാണ് എലിയെന്നും പുലിയേക്കാൾ വലിയവനാകുമെന്നുമാണ് പ്രശംസിച്ചു പറയുന്നത്. വലയിൽ നിന്ന് എലിയുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളതുകൊണ്ടാണ് പൂച്ച എലിയെ പ്രശംസിക്കുന്നത്. സഹായം ആവശ്യപ്പെട്ടപ്പോൾ എലി എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക? ശത്രുവായ പൂച്ചയെ രക്ഷപ്പെടുത്തിയാൽ തന്റെ ജീവൻ അപകടത്തിലാവുമോ എന്ന് എലി ചിന്തിച്ചിട്ടുണ്ടാവാം. സംഭാഷണം എഴുതാം. പൂച്ച എലിയോട് സഹായം അപേക്ഷിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതുക. പൂച്ച: എലിക്കുട്ടാ എലിക്കുട്ടാ, ഒന്നിങ്ങടുത്തു വാ. എലി: നിന്റെ സൂത്രമൊക്കെ എനിക്കറിയാം. ഇന്നലെ ഒരു പൂച്ചയുടെ പിടിയിൽ നിന്നും ഞാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാര്യം പറയൂ. പൂച്ച: നീ അങ്ങനെ പറയല്ലേ, നീ ഒരു മൂഷിക വീരൻ തന്നെ. എന്റെ അവസ്ഥ നോക്കൂ. ഈ വലയിൽ കുടുങ്ങിയ ഞാൻ വിശന്നു വലഞ്ഞിരിക്കുന്നു. ഞാനിനി ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. എലി: നീ ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? ഞങ്ങളുടെ ആജന്മ ശത്രുക്കളല്ലേ പൂച്ചകൾ. നീ മരിക്കുന്നതിൽ ഞാനെന്തിനു സങ്കടപ്പെടണം? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പൂച്ച: നിന്റെ ഒരു കാര്യം. നമ്മൾ തമ്മിൽ ശത്രുക്കളാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. നീ അത് മനസ്സിലാക്കണം. എലി: നീ പറയുന്നത് സത്യം തന്നെയാണോ? പൂച്ച: പലതരം സൂത്രങ്ങളും അറിയാവുന്നവനാണ് നീ. വലയുടെ ചരട് കടിച്ചു മുറിക്കാൻ നിന്നെപ്പോലെ കഴിവുള്ള മറ്റൊരാളുണ്ടോ? നീ കുറച്ചു കഴിയുമ്പോൾ എലിയല്ല പുലിയേക്കാൾ വലിയവനാകും, ഒരു സംശയവുമില്ല. എലി: ശരി ശരി, നിന്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വല മുറിച്ചു തരാം. കഥ തുടരാം. പൂച്ച രക്ഷപ്പെട്ട ശേഷം എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാവുക? പൂച്ച എലിക്ക് പ്രത്യുപകാരം ചെയ്ത കഥയുണ്ടാക്കാം. കഥയാവുമ്പോൾ തലക്കെട്ട് വേണ്ടേ? വേണം. ഒരിക്കലും മറക്കാത്ത ഉപകാരം. നേരം സന്ധ്യയാകാറായി. സൂര്യൻ കടലിൽ മുങ്ങി. ചിണ്ടൻ പൂച്ചയും കൂട്ടുകാരും ഇര തേടി പുഴയുടെ തീരത്തെ കുറ്റിക്കാട്ടിലുണ്ട്. പൊന്തക്കാടിന്റെ മറുവശത്ത് ഉണക്ക ഇലകൾ ചിലയ്ക്കുന്ന ശബ്ദം. ചിണ്ടൻ പൂച്ച ലക്ഷ്യം തെറ്റാതെ ഒറ്റച്ചാട്ടം. സാമാന്യം വലുപ്പമുള്ള ഒരെലി ചിണ്ടന്റെ പിടിയിലായി. പെട്ടെന്ന് ചിണ്ടൻ പിടിവിട്ട് രണ്ടടി പിന്നോട്ടു മാറി. ചിന്നനെലി തരിച്ചു നിൽക്കുകയാണ്. എന്താ ചിന്ന, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ചിണ്ടൻ പൂച്ച. ദിവസങ്ങൾക്ക് മുമ്പ് നീ വല മുറിച്ച് രക്ഷിച്ച ചിണ്ടൻ പൂച്ച. ചിന്നനെലി ദീർഘനിശ്വാസം വിട്ടു. ഞാൻ പേടിച്ചു പോയി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞതു തന്നെ. ചിന്നനെലി തുറന്നു പറഞ്ഞു. ചിണ്ടൻ പൂച്ച വിശേഷങ്ങൾ ചോദിച്ചു. അന്നു പിരിഞ്ഞതിൽ പിന്നെ കണ്ടിട്ടില്ല. സുഖം തന്നെയല്ലേ? നിന്റെ കൂട്ടുകാരെ പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മറ്റാരെങ്കിലും കൂടെയുണ്ടോ? 2 കൂട്ടുകാർ ആ പൊന്തക്കാട്ടിലുണ്ട്. അവരിപ്പോഴിങ്ങെത്തും. അതിനു മുമ്പ് രക്ഷപ്പെട്ടോ? ചിണ്ടൻ പൂച്ച പറഞ്ഞു തീരും മുമ്പ് പൊന്തക്കാടിളക്കി കൂട്ടുകാരെത്തി. ചിന്നാ, ഓടിക്കോ, ഞാൻ നിന്റെ പുറകെ ഓടും. നീ പോയി ആ മാളത്തിൽ ഒളിച്ചോ. ചിണ്ടൻ പൂച്ച എലിയുടെ പുറകെ ഓടുന്നത് കണ്ട് മറ്റു പൂച്ചകളും ചിണ്ടന്റെ പുറകെ ഓടി. ഒടുവിൽ മാളത്തിനടുത്തെത്തി. ചിണ്ടൻ പറഞ്ഞു, ഒരു വലിയ എലിയാണ്. കിട്ടിയാൽ നമുക്ക് 3 പേർക്കും വയറു നിറയും. പക്ഷേ ഒരു കാര്യം, ഈ മാളത്തിൽ കയറാൻ കഴിയില്ല. കൂടെയുള്ള പൂച്ചകൾ ഒരു ഉപായം പറഞ്ഞു. നമുക്ക് ഈ മാളം പൊളിക്കാം. ഇവിടെ മണലിലായതുകൊണ്ട് പൊളിക്കാൻ പ്രയാസമില്ല. ചിണ്ടൻ പൂച്ച ആലോചിച്ചു. മാളം പൊളിച്ചാൽ എലിയുടെ കാര്യം കഷ്ടമാവും. ഇനി എന്തു ചെയ്യും? അവനൊരു സൂത്രം പ്രയോഗിച്ചു. അവൻ ഉറക്കെ പറഞ്ഞു, ഈ മാളത്തിലേക്ക് ഒരു വഴി കൂടിയുണ്ട്. അവൻ അതിലൂടെ പുറത്തു കടക്കും. അതിനാൽ നമുക്കവിടെ കാവൽ നിൽക്കണം. ചിന്നനെലി പുറത്തു കടക്കുമ്പോൾ നിങ്ങൾ ചാടി വീഴണം. ഇത് കേട്ടപ്പോൾ കൂട്ടുകാരുടെ വായിൽ വെള്ളമൂറി. അവർ പുഴയുടെ തീരത്തുള്ള പൊന്തക്കാടും കടന്ന് വയലുകൾക്കപ്പുറത്തെത്തി. ഈ മാളമാണ് ഞാൻ പറഞ്ഞത്. ചിണ്ടൻ പൂച്ച കാണിച്ചു കൊടുത്തു. ഇവിടെ കാത്തിരുന്നോളൂ.
ഞാൻ പോയി മാളത്തിന്റെ മറുവശം അടച്ചു വരാം, അല്ലെങ്കിൽ എലി അതിലെ രക്ഷപ്പെടും, ചിണ്ടൻ പൂച്ച പറഞ്ഞു. മാളത്തിന്റെ മുന്നിലെത്തിയ ചിണ്ടൻ പൂച്ച ചിന്നനെലിയെ വിളിച്ചു. ചിന്നനെലി പതുക്കെ പുറത്തു വന്നു. നീ ഇനിയും പോയിട്ടില്ലേ? വേഗം രക്ഷപ്പെട്ടോ, എന്റെ കൂട്ടുകാർ വരും മുമ്പേ ഓടി രക്ഷപ്പെട്ടോ. ചിന്നനെലിക്ക് കാര്യം മനസ്സിലായി. തന്നെ രക്ഷിക്കാനാണ് ചിണ്ടൻ ശ്രമിച്ചതെന്ന്. നന്ദി, എന്റെ ജീവൻ രക്ഷിച്ചതിന്. ചിണ്ടൻ പൂച്ചയുടെ നല്ല മനസ്സിന് ചിന്നൻ ശരവേഗത്തിൽ പൊന്തക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ചിത്രത്തിൽ നിന്ന് കഥ. തന്നിരിക്കുന്ന ചിത്രം കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? വലയിലകപ്പെട്ട സിംഹത്തിന്റെ ചിത്രം. പുറത്താരുണ്ട്? എലിയുണ്ട്. വലയിലകപ്പെട്ട സിംഹത്തെ എലി സഹായിച്ചിരിക്കുമോ? ഒരു കഥ എഴുതുക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നൽകുക. കഥ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ദിവസം സിംഹം തന്റെ ഗുഹയിൽ ഉച്ചമയക്കത്തിലായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്ന സിംഹത്തിന്റെ ദേഹത്തേക്ക് എന്തോ ഒരു സാധനം വീണതായി തോന്നി. അവൻ ഉറക്കം ഉണർന്നു. ഒരു എലി അബദ്ധത്തിൽ സിംഹത്തിന്റെ ദേഹത്തേക്ക് വീണതായിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട സിംഹത്തിന് ദേഷ്യം വന്നു. അവൻ എലിയെ ഞെക്കിക്കൊല്ലാൻ ഒരുങ്ങി. സിംഹരാജൻ, എന്നെ കൊല്ലരുതേ, എന്നോട് കനിവുണ്ടാകണേ എന്ന് എലി കേണു. എന്നെങ്കിലും എന്നെക്കൊണ്ട് അങ്ങേക്ക് പ്രയോജനമുണ്ടാവും, എലി പറഞ്ഞു. അതുകേട്ട സിംഹം പൊട്ടിച്ചിരിച്ചു. എങ്കിലും ദയ തോന്നി എലിയെ വെറുതെ വിട്ടു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സിംഹം ഒരു വേടന്റെ വലയിൽ പെട്ടു. വലയിൽ കിടന്ന് പ്രാണഭയത്താൽ അലറിയ സിംഹത്തിന്റെ കരച്ചിൽ അടുത്തുള്ള എലി കേട്ടു. തന്നെ ജീവനോടെ വിട്ടയച്ച സിംഹമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഉടൻ തന്നെ അവൻ സിംഹത്തിന്റെ അടുത്തെത്തി. കഷ്ടപ്പെട്ട് വലയുടെ കണ്ണികളെല്ലാം കടിച്ചു മുറിച്ചു. സിംഹത്തെ രക്ഷിച്ചു. എന്നിട്ട് അവൻ സിംഹത്തോട് പറഞ്ഞു, എന്നെക്കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ അങ്ങ് പരിഹസിച്ചു. ഇപ്പോൾ അങ്ങേക്ക് പ്രത്യുപകാരം ചെയ്യാൻ നിസ്സാരനായ എനിക്ക് സാധിച്ചിരിക്കുന്നു. ആരെയും നിസ്സാരന്മാരായി കാണരുത്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.